ഇപ്പോൾ വിവാഹം നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. മുന്നിൽ യാതൊരു മേഖലകളുമില്ല. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കൊക്കെ പെണ്ണ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്കൊക്കെ ചെക്കനെ കിട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ബൈബിളിലെ വളരെ മനോഹരമായ ഒരു ഭാഗമുണ്ട്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഒരു ലേവ്യ പുരുഷൻ ഒരു ലേവ്യ സ്ത്രീയെ പരിഗ്രഹിച്ചു വിവാഹം കഴിച്ചു. പറഞ്ഞു വരുന്നത് വളരെ മനോഹരമായ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. 1-ാം അധ്യായം അവസാനിക്കുന്നത് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാനുള്ള ഒരു കൽപ്പന മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ ഈ സമയത്ത് ഒരു കുടുംബം അത് എങ്ങനെ സാധ്യമാകും? എന്നാൽ ദൈവിക പദ്ധതിയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയരെ, ഒരുപക്ഷെ ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ മുന്നോട്ടേക്ക് ഉള്ള പല മേഖലകളും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിലും താങ്കൾക്ക് വേണ്ടിയുള്ള തക്ക തുണ അത് തക്ക സമയത്ത് തന്നെ ദൈവം ഒരുക്കിയിരിക്കും. ദൈവം അത് കരുതി വെച്ചിട്ടുണ്ട്. ആ ദൈവം അത് പൂർത്തീകരിക്കുമ്പോൾ അതൊരു അത്ഭുതമായിട്ട് മാറും. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ചോദ്യങ്ങൾ, ആശങ്കകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്തും ലേവ്യ പുരുഷന് ലേവ്യ കന്യകയെ ദൈവം നൽകിയെങ്കിൽ ഓർക്കുക, നമുക്ക് വേണ്ടിയുള്ളത് അത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്ത് നാം ആയിട്ട് കണ്ടെത്തേണ്ട ദൈവിക സമയമാകുമ്പോൾ ദൈവം തന്നെ അതിനെ കൂട്ടിച്ചേർക്കും. ഗോഡ് ബ്ലസ് യു.